എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകളും ആ ഒരു നക്ഷത്രത്തിന് 2026 ഉള്ള വർഷഫലവും ഇതറിയുന്നതിലൂടെ ജീവിത വിജയം എങ്ങനെ പ്രാപ്തമാക്കാം എന്നുമൊക്കെ ഉള്ളതിനെപ്പറ്റി പ്രതിപാദിക്കുകയാണ് ഓരോ വീഡിയോകളിലൂടെയും ഞാൻ ചെയ്യുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാക്കാം എന്നുള്ളത് വീഡിയോ മൊത്തം കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ ഒരു വീഡിയോയിൽ അത്തം നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള നക്ഷത്ര ജാതരുടെ പ്രത്യേകതകളും അവരുടെ 2026 വർഷഫലവുമൊക്കെ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ വിദ്യാസമ്പന്നരും ജിജ്ഞാസുക്കളുമായിരിക്കും. കുലീനത, അധ്വാനശീലം, വശീകരണ ശക്തി എന്നിവയും ഇവരിൽ കാണാം. ശാന്തത, ആത്മനിയന്ത്രണം, അടുക്കും ചിട്ടയുമുള്ള ജീവിതശൈലി എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ തുടർച്ചയായി ഇവർക്ക് അനുഭവവേദ്യമാകും. വാർദ്ധക്യകാലമായിരിക്കും ഇവർക്ക് പൊതുവെ ഐശ്വര്യപ്രദം. അധികാരശക്തിയുള്ള തൊഴിലുകളിലാണ് ഇവർ വിജയിക്കുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, വാക്കുകളുടെ ആകർഷകത്വം, ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, വീട് വിട്ടിട്ടുള്ള താമസം തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ആകർഷകത്വം, ഐശ്വര്യം, കുലീനത എന്നിവയാൽ അനുഗ്രഹീതരായിരിക്കും. ഇവർക്ക് വിറ്റാമിൻ ബിയുടെ അഭാവം കൊണ്ടുള്ള അസുഖങ്ങൾ വേഗത്തിൽ പിടിപെടാനുള്ളൊരു സാധ്യതയുണ്ട്. ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചോതി, അനിഴം, മൂലം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. രാഹു, ശനി, കേതു എന്നീ ദശാകാലങ്ങൾ പൊതുവെ അശുഭകരമായിരിക്കാമെന്നതിനാൽ ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം. ചന്ദ്രപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ദുർഗാദേവിയെ ഭജിക്കുക എന്നിവ അത്തം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. ചന്ദ്രന് ജാതകത്തിൽ പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത്. പക്ഷബലമുള്ളവർ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നതും പക്ഷബലമില്ലാത്തവർ അമാവാസി നാളിൽ ഭദ്രകാളി പൂജ നടത്തുന്നതും നന്നായിരിക്കും. അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ക്ഷേത്രദർശനവും വ്രതാനുഷ്ഠാനങ്ങളും നടത്താവുന്നതാണ്. രാശ്യാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവയും അനുഷ്ഠിക്കാവുന്നതാണ്. വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും. അത്തം നക്ഷത്ര ദേവത സൂര്യനാണ്. ഓം സവിത്രേ നമ എന്ന ജപം ഇവർക്ക് ഉത്തമമായിരിക്കും. നക്ഷത്രമൃഗം പോത്താണ്. വൃക്ഷം അമ്പരം, ഗണം ദേവഗണം, യോനി സ്ത്രീയോനിയാണ്, പക്ഷി കാക്ക, ഭൂതം അഗ്നി. ഇത്രയുമൊക്കെയാണ് അത്തം നക്ഷത്ര ജാതരെ പറ്റി പൊതുവായിട്ട് അറിയേണ്ടത്. ഇനി അത്തം നക്ഷത്ര ജാതരുടെ 2026 പുതുവർഷത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് നിലവിൽ കണ്ടകശനി നടക്കുകയാണ്. അവരുടെ 7ലെ ശനി അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. എന്നിരുന്നാൽ പോലും നിലവിൽ അവർക്ക് ഡിസംബർ 4 വരെ 2025 ഡിസംബർ 4 വരെ 11-ൽ വ്യാഴം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചില മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം വന്നിരിക്കുന്ന ഒരു കാലമാണെന്ന് ചിന്തിക്കണം. അതായത് ആവർത്തിച്ചുണ്ടായ തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ 4 വരെ. പിന്നെയും വീണ്ടും 10ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം പോകുന്നതിനാൽ തന്നെ സ്ഥിതി പൂർണ്ണമായിട്ടും അനുകൂലമല്ല എന്ന് വേണം കരുതുവാൻ. അതായത് 2026 ജൂൺ വരെയും അത്ര അനുകൂലമായ കാര്യങ്ങളായിരിക്കുകയില്ല നടക്കുന്നതെന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കണ്ടകശനി ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അവർക്ക് ജൂണോടുകൂടി അവരുടെ ഒരു വ്യാഴമാറ്റം ഏറെ അനുകൂലമായിട്ട് വരും. വ്യാഴം ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ സാമ്പത്തികമായി തരക്കേടില്ലാത്തൊരു വർഷമായിരിക്കും. ആഡംബര ജീവിതത്തിനൊക്കെ സാഹചര്യമുണ്ട്. പഴയ ബാധ്യതകളൊക്കെ കുറയ്ക്കാനാകും. ജോലിയിൽ ചെറിയ ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രയും വിദേശയാത്രയും ഒക്കെ തരപ്പെടും. വിവാഹ തടസ്സം കുറയും എന്ന് ചിന്തിക്കണം. വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും. യാത്ര കൊണ്ട് നേട്ടം, മനസ്സ് പ്രണയാർദ്രമാകും. വ്യക്തിബന്ധങ്ങൾ ഊഷ്മളതമാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇനി ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാനും ഉള്ളൊരു സമയമാണ് ഈ ജൂൺ 2026 ജൂൺ മുതലുള്ള കാലഘട്ടം. നന്നായി പണം ചെലവാക്കി സുഖമായി കഴിയാനാകും.
എന്നാൽ ഈ ജൂൺ വരെയുള്ള കാലം ഈ കർമ്മവ്യാഴം ദോഷം ചെയ്യുന്നതിനാൽ അതിൻ്റെ ദോഷം നീക്കാനും ശുഭഫലം പ്രദാനം ചെയ്യാനും ശക്തനാക്കാനുമൊക്കെ ദിവസവും വ്യാഴൻ്റെ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. വ്യാഴാഴ്ച ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസ നിവേദ്യവും നടത്തിയാൽ വിഷ്ണു പ്രീതി ലഭിക്കും. അഗതിക്ക് നിശ്ചയമായും ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. ദിവസവും വിഷ്ണു സ്തോത്രം ജപിച്ചാൽ വരുന്ന ഒരു വർഷം ദോഷങ്ങളില്ലാതെ തരക്കേടില്ലാത്ത ആഡംബരത്തോടെ ജീവിക്കുവാനുമാകും. പുതിയ സംരംഭങ്ങളൊക്കെ ഈ ഒരു 7 ശനി ഉള്ളത് കാരണം കുറയ്ക്കുവാൻ ശ്രമിക്കണം. കൂടാതെ 2026 നവംബർ മുതൽ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറി ഇവരുടെ വ്യയഭാവത്തിലേക്കാണ് വരുന്നത് എന്നതും ഓർമ്മയിലിരിക്കട്ടെ. എന്തെന്നാൽ അപ്പോൾ ഈ ഒരു ശനിയുടെ മാറ്റം 7 നിന്ന് മാറുന്നത് വരെയും ഈ ഒരു 12 വ്യാഴം ശ്രദ്ധിക്കണം. അപ്പോഴും വ്യാഴത്തിൻ്റെ അഷ്ടോത്തരം ഒക്കെ ജപിച്ച് ആ ഒരു വ്യയഭാവത്തിലുള്ള ആ വ്യാഴത്തിൻ്റെ ദോഷം കൂടി ലഘൂകരിക്കേണ്ടതുണ്ട്. അത് ഡിസംബർ 2026 മുതലുള്ള കാര്യമാണ് പറയുന്നത്. അതിനാൽ തന്നെ പുതിയ സംരംഭങ്ങളിലൊക്കെ പൈസ ഇറക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. സാമ്പത്തികമായി വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. എന്നാൽ ഈ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ആ 11 വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാക്കി എടുക്കുക. ഇനി ഒരു വർഷഫലം പറയുമ്പോൾ രാഹുകേതുക്കളുടെ സ്ഥിതിക്കും വളരെ പ്രാധാന്യമുണ്ട്. 1.5 വർഷമാണ് രാഹുകേതുക്കൾ ഒരു രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തന്നെ ഈ ഒരു രാഹുകേതുക്കളെ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇവർക്ക് രാഹു തന്നെ ഭാവത്തിലും ആ ഒരു 2ാം ഭാവത്തിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ കേതുവിൻ്റെ 12 സ്ഥിതി അല്പം ചില വിഷമങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. ആയുധങ്ങൾ മൂലമോ അതുപോലെ എന്തെങ്കിലും നാഗങ്ങൾ മൂലമോ ഒക്കെയുള്ള ആപത്ത് ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അപകടത്തിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയും ഇത് കാണിച്ചു തരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചില അസംതൃപ്തിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഈ രാഹുകേതുക്കളുടെ സ്ഥിതി കൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. നേത്രരോഗം, വിട്ടുമാറാത്ത ചുമ, കഫം, ത്വക്ക് രോഗം, കൈകാൽ തളർച്ച എന്നിവയൊക്കെ ഈ കേതുവിൻ്റെ 12 സ്ഥിതിയും രാഹുവിൻ്റെ 6 സ്ഥിതിയും സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഈ രാഹുകേതുക്കളെ കൂടി ഒന്ന് പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും. നാഗക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ ദർശനം നടത്തുകയോ നാളുതോറുമോ ആയില്യത്തിനോ ഒക്കെ ദർശനം നടത്തുകയും കേതുവിന് പ്രീതിപ്പെടുത്തുവാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതുപോലെ വല്ലപ്പോഴുമൊക്കെ ഗണപതി ഹോമം നടത്തുകയും കൂടാതെ ദുർഗാക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കേതുപ്രീതിക്കും അനുകൂലമാകും. അപ്പോൾ ജാതകവശാൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ദശയുടെ നാഥനെയും അപഹാരനാഥനെയും ഒക്കെ പ്രീതിപ്പെടുത്തിയും കുടുംബക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകളും ഒക്കെ നടത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത്തം നക്ഷത്ര ജാതർക്ക് 2026 നല്ലൊരു വർഷം തന്നെയായിരിക്കും. കാരണം 11 വ്യാഴം നിങ്ങൾക്ക് വളരെ അനുകൂലമായി വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസമാണ്. അപ്പോൾ ആ ഒരു 11 വ്യാഴത്തിൻ്റെ ആ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.